എല്ലാവർക്കും നമസ്കാരം. മെറി ക്രിസ്മസ് ആൻഡ് വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും പുതുവത്സരാശംസകളും നേരുകയാണ്. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് പ്ലം കേക്കിന്റെ ഒരു റെസിപ്പിയാണ്. എൻ്റെതായ ഒരു ശൈലിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ബീറ്ററും ഓവനും ഒന്നുമില്ലാതെ എഗ്ലെസ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു പ്ലം കേക്കാണ്. നല്ല ടേസ്റ്റും ആയിരുന്നു, നല്ല സോഫ്റ്റായ കേക്കുമായിരുന്നു. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടാണ്, ചെറി, കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. കിസ്മിസ് എടുത്തിട്ടില്ല. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയുടെ ചുമന്നത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പല കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഇല്ലായിരുന്നു. അടുപ്പത്ത് ഒരു ചീൻചട്ടി വെച്ച് അതിൽ 1 ഗ്ലാസ് പഞ്ചസാര കാരമലൈസ് ചെയ്യാനാണ്. അത് കുറച്ചു നേരം അടുപ്പത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരമലൈസ് അന്നേരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും വേണം. അതുപോലെ തന്നെ കരിഞ്ഞു പോകാനും പാടില്ല. ഒരു 10 മിനിറ്റോളം ഇതിന് സമയം ചെലവിടേണ്ടി വരും. ഈ പ്ലം കേക്കിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവിട്ടത് ഈ ഒരു പ്രോസസ്സിങ്ങിനാണ്. അതൊന്ന് നിറം മാറി ഒരു പത വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. സൂക്ഷിച്ചു വേണം ഈ സമയത്ത് വെള്ളം ഒഴിക്കാൻ, അത് നല്ലോണം തെറിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്ത പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി 1 ടീസ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതിലിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇതിനി നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ പഞ്ചസാര കാരമലൈസ് ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ ഗ്യാസ് സിമ്മിലിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് നല്ലോണം ഒന്ന് വറ്റി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ ബട്ടറും എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, അതായത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. ഇനി വേറൊരു പാത്രത്തിലേക്ക് ആദ്യം എടുത്ത അതേ ഗ്ലാസ് അളവിൽ തന്നെ 1/2 ഗ്ലാസോളം മൈദ എടുക്കുക. ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാവുന്നതാണ്. അതിനുശേഷം തൈര് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാറ്ററിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് കട്ടിയായിട്ട് തോന്നുകയാണ് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള 1 ഗ്ലാസ് പാല് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന കാരമലൈസ് ഫ്രൂട്ട് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഈ കാരമലൈസിന്റെ മിക്സ് ചിലപ്പോൾ ഒന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള മിക്സ് തയ്യാറാക്കുമ്പോഴത്തേക്കും. അങ്ങനെയാണെങ്കിൽ അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി, ഒന്ന് ലൂസായി കിട്ടും. എല്ലാം കൂടി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ ഉണ്ടാവണം. ഈ സമയം കൊണ്ട് ഒരു അടികെട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ മോള് നേരത്തെ ബട്ടർ പേപ്പറൊക്കെ ആ ട്രേയിൽ വെച്ച് നെയ്യൊക്കെ ഒന്ന് തടവി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് 1/2 പാത്രത്തോളം ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ലോണം പൊങ്ങി വരുമല്ലോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കുമ്പളയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇതായതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒരു 45 മിനിറ്റോളം വേണം ഇതൊന്ന് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഓവൻ സെറ്റപ്പ് എനിക്ക് അത്ര അറിയത്തില്ല. ഒരു രീതിയിലാണ് ഞാൻ മിക്കവാറും കേക്കും മറ്റുമൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൽ നന്നായിട്ട് തന്നെ സാധാരണ കേക്ക് കിട്ടുന്നത് പോലെ തന്നെ നമുക്കിതിൽ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മീതെ കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് അടച്ചു, അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു 45 മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി പുറത്തേക്കെടുത്ത് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് ഒരു ടവല് അതിൻ്റെ മീതെ വിരിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം അത് ഡിമോൾഡ് ചെയ്തെടുത്തു. അടിഭാഗമൊന്നും കരിഞ്ഞു പോയിട്ടില്ല. പാകത്തിന് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട്. മോള് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റായ ടേസ്റ്റിയായ കേക്കാണിത്. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് ഇപ്രാവശ്യം ന്യൂ ഇയറിനോ മറ്റോ നിങ്ങൾക്ക് ഇത് ഈ അളവിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ബീറ്ററോ ഓവൻ സെറ്റപ്പോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഈ കേക്ക് ഇപ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
അപ്പോൾ പതുപോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.